സീസൺ 7 പ്രമോ വന്നേക്കാണ്. കുറേ നാളുകളായിട്ട് ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. അതുകൊണ്ടാണല്ലോ ആ ക്യാപ്ഷൻ തന്നെ അങ്ങനെ ഇട്ടേക്കുന്നത്, കാത്തിരിപ്പിന് വിരാമം. ബിഗ് ബോസ് സീസൺ 7 ലോഗോ വന്നേക്കാണ്. ഇനി വൈകാതെ അതിന്റെ പ്രൊമോ വരും. ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ എന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയും, എന്തിനാ ഇതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നേ, ബിഗ് ബോസ് ഒക്കെ ആരെങ്കിലും കാണുവോ, വെറുതെ എന്തിനാ സമയം കളയുന്നേ, നാടിന് ഗുണമുള്ള വല്ലതും ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ ഒരു പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ എത്ര വലിയ സംഭവങ്ങൾ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ബിഗ് ബോസിനെ കുറിച്ചായിരിക്കും. ബിഗ് ബോസ് നടക്കുന്ന കാര്യങ്ങളായിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ബിഗ് ബോസ് ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും അതിനകത്ത് മുഴുവൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ റിയാലിറ്റി ഷോയെ കുറിച്ചും അതിനകത്ത് മത്സരിക്കുന്ന മത്സരാർത്ഥികളെ കുറിച്ചുമായിരിക്കും ആൾക്കാർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഈ പ്രോഗ്രാം കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. തുടങ്ങുന്ന 1-2 ദിവസം ആരും കണ്ടില്ലെങ്കിൽ പോലും കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് പോകും. കുറെ ആൾക്കാർ തുടങ്ങുമ്പോൾ പറയും, ഓ ഈ പ്രാവശ്യം ബിഗ് ബോസ് കാണത്തില്ല, എന്തിനാ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട്, വെറുതെ ഒരു കാര്യവും ഇല്ല, അത് ഒരു ഗുണവും ഇല്ലാത്തൊരു പ്രോഗ്രാമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ യൂട്യൂബിലൊക്കെ കയറി 1-2 വീഡിയോസ് ഒക്കെ കാണുമ്പോഴേക്കും എന്നാ ഒന്ന് കണ്ടാലോ എന്ന് പറഞ്ഞ് പോയി കാണും. ഇതിന് വ്യൂവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് നടത്തൂ. ഇപ്പൊ സീസൺ 7 വരാൻ പോവാണ്. ഇത്രയും സീസണുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഏഷ്യാനെറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നത് കൊണ്ടാണ്. അതിന്റെ അർത്ഥം എന്താണ്? നല്ല രീതിയിൽ ആൾക്കാർ ഇത് കാണുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്നും, ഈവൻ ഗൾഫ് കൺട്രീസിൽ നിന്ന് പോലും ബിഗ് ബോസ് സീസൺ 7 മലയാളം സീസൺ 7 ആരാധകർ കാണും, കാണാനും ആള് കാണും. ഒരുപാട് വ്യൂവർഷിപ്പ് ഇനി ഇതിന് കിട്ടും. ഓരോ വർഷം കഴിയുന്തോറും ബിഗ് ബോസിന്റെ ആ ഒരു പബ്ലിസിറ്റി കൂടുന്നതല്ലാതെ കുറയാൻ പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന വേറൊരു പരിപാടിയുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ബിഗ് ബോസിലേക്ക് ചെല്ലാൻ വേണ്ടി, ബിഗ് ബോസിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസണിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്കൊക്കെ പരിചയമുള്ളവർ തന്നെ ആയിരിക്കും. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 6 അത് എൻഡ് ചെയ്തതിന് ശേഷം കുറെ കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ നമുക്ക് അറിയാമല്ലോ. അവരെയൊക്കെ ഒരു പക്ഷേ ഈ പ്രാവശ്യത്തെ മത്സരാർത്ഥികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഒക്കെ പുറകിൽ കളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിയാണ്. പലർക്കും ആ സൈക്കോളജി മനസ്സിലായിട്ടില്ല. അപ്പൊ എന്താണ് ആ സൈക്കോളജി എന്ന് സിമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അയൽപ്പക്കത്തെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വഴക്ക് നടക്കുകയാണ്, പ്രശ്നം നടക്കുകയാണ്. നമുക്ക് കൂടുതലും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനാണോ ആഗ്രഹം, അതോ ആ അയൽപ്പക്കത്തെ വീട്ടിൽ എന്തെങ്കിലും നടന്നോ, അല്ലെങ്കിൽ എന്തോ പ്രശ്നം, എന്താണ് അവർ ഇത്രയ്ക്ക് ഉച്ചത്തിൽ സംസാരിക്കുന്നത്, എന്താണ് വഴക്ക്, അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർക്കൊരു പ്രത്യേക താല്പര്യമാണ്. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, അത് കണ്ട് ആസ്വദിച്ച് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈക്കോളജിക്കലി അങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു മനസ്സ്. പണ്ടുള്ളവർ പറയും പെണ്ണുങ്ങൾ മാത്രമാണ് ഗോസിപ്പ് അടിക്കുന്നത്, കൊതിഞ്ഞുണയും പറയുന്നത്. അങ്ങനെയല്ല. പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് നടന്നു എന്ന് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു ആഗ്രഹം, ആ ഒരു സൈക്കോളജിയാണ് ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോകളുടെ വിജയം. അതുകൊണ്ടാണ് ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോയ്ക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളത്. പിന്നെ ഈ പ്രാവശ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട്. ആരൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. എന്നാലും ഒരുപക്ഷെ കുറെ കോൺട്രവേഴ്സികൾ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. കുറെ കോൺട്രവേഴ്ഷ്യൽ നായകന്മാരെയും നായികമാരെയും ഒക്കെ നമുക്കറിയാം. അവരൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും. രേണുസുതിയെയും ഒക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരെയൊക്കെ ബിഗ് ബോസിലേക്ക് വിളിക്കും. അതും ഈ ഒരു പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഇതാണ്. കാരണം അവരുടെ ഒരു ബുദ്ധി തന്നെയാണ്. കാരണം കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ലൈഫ് സ്റ്റോറി എന്താണ് എന്ന് കേൾക്കാൻ നമുക്ക് ആഗ്രഹം കാണും. സമൂഹത്തിൽ വലിയ ഓളങ്ങളൊന്നും സൃഷ്ടിക്കാത്തവരെ കുറിച്ച് നമ്മൾ അറിയണമെന്നൊന്നും താല്പര്യമില്ല. നമുക്ക് അറിയാത്തവരെ കുറിച്ച് നമുക്ക് അറിയണമെന്ന് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. പക്ഷേ അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുറച്ചൊന്ന് തിളങ്ങി നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്, അവരെയൊക്കെ ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റോറി എന്താണ്, അവരെങ്ങനെയാണ് മത്സരിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് അറിയാനൊരു ആഗ്രഹം. മാത്രമല്ല, ഇതൊക്കെ ഏകദേശമൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിലും ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ള രീതിയിലാണ് പുറത്തിറക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അവർ റിയൽ ആയിട്ട് അവിടെ പോയി കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്.
രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് അതിനകത്ത് മത്സരിക്കുന്നത്, അവരുടെ ആ ഒരു മനസ്സെങ്ങനെയാണ് പോകുന്നത്, അവർ ക്രൂക്കഡാണോ, അവർ ഇൻ്റലിജൻ്റ് ആണോ, അവർ സ്മാർട്ടാണോ, അവർ നല്ല ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുന്നുണ്ടോ, കളിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മളിങ്ങനെ നിരീക്ഷിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ബിഗ് ബോസിൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയും കാണും, ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥി കാണും. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ആ മത്സരാർത്ഥിക്കായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള ആ മത്സരാർത്ഥി, ഇപ്പം പല സീസണുകൾ ഡോക്ടർ റോബിൻ, പിന്നെ അഖിൽ മാരാർ, ഇതുവരെയുള്ള ആ മത്സരാർത്ഥികളൊക്കെ തന്നെ ഒരു ഒറ്റയാനായിരിക്കും. കൂടുതലും ആണുങ്ങളോടാണ് കൂടുതൽ ആൾക്കാർക്കും താല്പര്യം, മെയിൽ മത്സരാർത്ഥികളോടാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടമുള്ളത്. ഫാൻസ് കൂടുതലും മെയിൽ മത്സരാർത്ഥികൾക്കാണ് ഇതുവരെയുള്ള ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഡോക്ടർ റോബിൻ്റെ കേസാണെങ്കിലും അഖിൽ മാരാറുടെ കേസാണെങ്കിലും അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എന്തൊക്കെയോ ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ നമ്മൾ ആൾക്കാർ നോക്കുന്ന എന്തായിരിക്കും, ഇതിനകത്ത് വന്ന മത്സരാർത്ഥികളിൽ എല്ലാവരെയും നമ്മൾ നിരീക്ഷിക്കും. എല്ലാവരെയും നിരീക്ഷിച്ചിട്ട് മറ്റുള്ളവരിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഹീറോ പരിവേഷമുള്ള ഒരാളോടായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും താല്പര്യം. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഇതിനകത്ത് വിജയിയാകാൻ പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ സീസണിലും അങ്ങനെയാണ്. ആ ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്, ആ ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഇതുള്ളത്, ആ ആളെ ചുറ്റിപ്പറ്റിയായിരിക്കും ബിഗ് ബോസിൽ എല്ലാ കോൺട്രവേഴ്സിയും നടക്കുന്നത്, എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത്. ആ വ്യക്തി വിന്നർ ആയില്ലെങ്കിൽ പോലും ആ വ്യക്തിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ്. വെളിയിൽ വന്നു കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഫേമസ് ആകുന്നതും ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയായിരിക്കും. അപ്പോൾ എല്ലാ ബിഗ് ബോസിലെ ഒരു ട്രെൻഡാണ്, ഒരു ഹീറോ ഉണ്ടാകും, ഒരു വില്ലനും ഉണ്ടാകും. ഈ വില്ലൻ്റെ പിന്നെ പോക്കാണ്. വില്ലൻ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിലും വെളിയിൽ വരുമ്പോഴേക്കും അവനൊരു വില്ലൻ പരിവേഷമാണ് ആൾക്കാർ കൽപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഹീറോ അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഹീറോ വെളിയിൽ വരുമ്പോൾ ഹീറോയ്ക്കായിരിക്കും കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നത്, ഹീറോയ്ക്കായിരിക്കും കൂടുതൽ ആൾക്കാർ ഹീറോ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറായിട്ടുള്ള ജിൻഡോ വെളിയിൽ വന്നിട്ട് ജിൻഡോയ്ക്ക് വലിയ പബ്ലിസിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വേറെ പല ആൾക്കാർക്കും പബ്ലിസിറ്റി ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഡോക്ടർ റോബിൻ്റെ കാര്യം, ഡോക്ടർ റോബിൻ വിന്നർ ആയില്ല, ഡോക്ടർ റോബിനെ അതിനകത്ത് അന്യായമായിട്ട് പറഞ്ഞു വിട്ടു എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ ഡോക്ടർ റോബിനാണ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയത്. ഡോക്ടർ റോബിൻ്റെ പുറകെയാണ് ആൾക്കാർ കൂടുതലായിട്ടും പോയത്. ഡോക്ടർ റോബിനെയാണ് ഇപ്പോഴും ആൾക്കാർ അറിയപ്പെടുന്നത്. ഡോക്ടർ റോബിൻ്റെ സമയത്തെ വിന്നർ ആയിട്ടുള്ള പെൺകുട്ടിയെക്കുറിച്ച് വലിയ രീതിയിലൊന്നും ആൾക്കാർ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ ബിഗ് ബോസിനും ഇങ്ങനൊരു ട്രെൻഡ് ഉണ്ടാകും. ഈ പ്രാവശ്യവും അതുപോലെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഹീറോ കാണും ബിഗ് ബോസിൽ, ഒരു വില്ലനും കാണും. ആ വില്ലനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ തന്നെ ആൾക്കാരുടെ കണ്ണിലെ കരടുകളായിരിക്കും, ഹീറോയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ തന്നെ ആൾക്കാരുടെ കണ്ണിൽ നല്ലവരായിരിക്കും. ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ പോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഷോ ഡയറക്ടർമാരും ആ ഒരു രീതിയിലായിരിക്കും. ഹീറോയ്ക്കിട്ട് പണി കൊടുക്കാനൊക്കെ മാക്സിമം നോക്കും. ഹീറോയ്ക്കിട്ട് പണി കൊടുക്കുമ്പോഴേക്കും ജനങ്ങൾ രോക്ഷാകുലരാകും, ജനങ്ങൾ പ്രശ്നമുണ്ടാക്കും, പിന്നെയും റേറ്റിംഗ് കൂടും. അങ്ങനെ റേറ്റിംഗ് കൂടാൻ മാക്സിമം പരിപാടികൾ അവരും കാണിക്കും. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതൊരു മോർ ലൈക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് സ്ക്രിപ്റ്റഡ് അല്ല, ജെനുവിനായിട്ട് ആൾക്കാർ കളിക്കുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 50-60% സ്ക്രിപ്റ്റഡ് ആയിരിക്കണം. ബാക്കി ഒരു 40% നാച്ചുറലായിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു 50-60% സ്ക്രിപ്റ്റഡ് തന്നെയായിരിക്കും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ മത്സരാർത്ഥികൾ ആരാണ് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.